السلام عليكم ورحمة الله تعالى وبركاته. يا أهلا مرحبا بكم في حلقة العربية لسبارك. ومعكم فاطمة منورة. എന്തെങ്കിലും മനസ്സിലായോ? കുറച്ചൊക്കെ. അത് മതി. യെസ് യെസ്. أهلا مرحبا بكم. مرحبا بكم جميعا. I welcome all of you. Okay. നിങ്ങള് അറബി ലാംഗ്വേജ് എന്ന് പറയുന്ന അത് പഠിക്കാൻ ആഗ്രഹിച്ചു വന്നവരാണ് അല്ലേ? അല്ലേ? തീർച്ചയായും. ആണോ അല്ലേ? അതെ. ഒരു ലാംഗ്വേജ് നമ്മുടെ نعم കയ്യിൽ نعم ഉണ്ടാവുക എന്ന് نعم പറയുന്നത് വെരി ഗുഡ് അഹ്സൻതി. നഅം മാഷാഅല്ലാഹ് ബറകല്ലാഹു ഫീക്. ഒരു ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് മില്യൺസ്, നമ്മുടെ ലക്ഷങ്ങള് കയ്യിൽ വെക്കുന്നതിനേക്കാൾ നമുക്ക് വലിയൊരു അസറ്റ് ആണ് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ? എസ്പെഷ്യലി അറബിക്കിനെ പോലെ മോർ ദാൻ 23 കൺട്രീസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയ ഒരു ഭാഷ, ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് അറബിക്. ഇംഗ്ലീഷ് ജസ്റ്റ് ലൈക്ക് ഇംഗ്ലീഷ് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. നമുക്കറിയാം UN അല്ലെ? ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ലാംഗ്വേജ്, 6 ഭാഷകളുടെ കൂട്ടത്തിൽ ഒരു ഭാഷയാണ് അറബിക് എന്ന് പറയുന്നത്. അത്രയും ഇന്റർനാഷണൽ വാല്യൂ ഉള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പോ ഇഫ് യു ലേൺ ദിസ് ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ഗുഡ് അസറ്റ് ഇൻ യുവർ കരിയർ അല്ലെ? എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അതൊരു വലിയ ഒരു കരിയറിൽ അതൊരു മുതൽക്കൂട്ടാക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഡെഫിനറ്റ്ലി അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ? യെസ് ആണ്. അപ്പൊ അത് പഠിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടല്ലോ അല്ലെ? ഇൻട്രസ്റ്റഡ് അല്ലേ? Do you want to Yes. speak Arabic? نعم 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 نعم. Okay. نعم. സോ ലാംഗ്വേജ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അതൊരു ലൈഫ് ലോങ് പ്രോസസ്സില് ഒരു നമ്മൾ കണ്ടും കേട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു ബേസിക്, അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. റെഡി അല്ലേ എല്ലാവരും? സ്ക്രീന് കാണുന്നവരുണ്ടാകാം, കാണാൻ പറ്റാത്തവർക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് തന്നായിരുന്നു. സ്ക്രീൻ കാണുന്ന ആരെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. Okay. So first of all, I want to tell you the thing you want. നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾക്ക് ആദ്യമായി വേണ്ടത് അൽ ഹിർസ് ആണ്. ഹിർസ് എന്താണ് ഹിർസ് എന്ന് പറഞ്ഞാൽ? ഹിർസ് maybe interest very good accent. Yes, hirs means interest. Interest ആണ് വേണ്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഇൻട്രസ്റ്റ്? എല്ലാവരും ഇൻട്രസ്റ്റഡ് അല്ലേ? yes ഡെഫിനറ്റ്ലി. അപ്പോ എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എല്ലാവരും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഹിർസ് ഉണ്ട് അല്ലെ? ഹിർസ് ഉണ്ട്. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് തിങ് അൽ ഇസ്തിമാ. വാട്ട്സ് മീൻ ബൈ ഇസ്തിമാ ആണ് പിന്നെ വേണ്ടത്. ഇസ്തിമാ എന്ന് പറയുമ്പോ ആ ഒരു വാക്കിൽ ഉണ്ട് ലിസണിങ് ആണ്. അറബിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ലിസണിങ് ആണ് വേണ്ടത്. ലിസണിങ് അല്ലെ? നമ്മൾ എങ്ങനെയാ നമ്മുടെ മലയാളം ലാംഗ്വേജ് പഠിച്ചത്? ആദ്യം തന്നെ നമ്മളിങ്ങനെ പ്രസവം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ അലിഫ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ആണോ? അല്ല, അമ്മ എന്നൊക്കെ പറഞ്ഞു പഠിച്ചതല്ലേ? കണ്ടും കേട്ടും പറഞ്ഞു പഠിച്ചതല്ലേ നമ്മള് അല്ലേ? കേട്ട് പഠിച്ചതാണ്. അത് തന്നെയാണ് ഒരു ലാംഗ്വേജ് പഠിക്കാന്നല്ലല്ലോ നമ്മൾ പറയാ. ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമോ? ലാംഗ്വേജ് ശരിക്കും പഠിക്കല്ല വേണ്ടത്. പിന്നെ എന്താ വേണ്ടത്? ഇക്തിസാബുൽ ലുഗ എന്ന് ഞങ്ങൾ അറബിയിൽ അതിന് പറയാം. ഇക്തിസാബ് ലാംഗ്വേജ് അക്വയർ ചെയ്യാണ് വേണ്ടത്. ലാംഗ്വേജ് ലേണിംഗ് അല്ല. ലാംഗ്വേജ് ലേൺ ചെയ്താൽ നമുക്ക് എക്സാമിന് എഴുതാനേ പറ്റുള്ളൂ. പക്ഷേ ലാംഗ്വേജ് അക്വസിഷൻ ആണ് നടക്കേണ്ടത്. ഇക്തിസാബ് ആണ് നടക്കേണ്ടത്. അതിന് നമ്മൾ ആ ഒരു എൻവയോൺമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പരമാവധി ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്ത് അത് കേട്ടും അതിലൂടെ ഇടപഴകിയും പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് ഒരു യൂസ് ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള രീതിയിലേക്ക് വരാൻ പറ്റുന്നത്. പിന്നെ അറബിക് ലാംഗ്വേജിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു മോർ ദാൻ 23 കൺട്രീസിൽ അറബിക് ലാംഗ്വേജ് ഉണ്ട്. ഏതെങ്കിലും കൺട്രീസിന് അറബി സംസാരിക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? ഏതൊക്കെയാണ് അറബി സംസാരിക്കുക നിങ്ങൾക്ക് അറിയുന്ന രാജ്യങ്ങൾ? സൗദി അറേബ്യ. യെസ്, വെരി ഗുഡ്. യെസ്, ഫാത്തിമ ഹന്ന പറയുന്നു സൗദി അറേബ്യ. ഷബ്ന പറഞ്ഞു ഇറ്റ്സ് ഒമാൻ. ദെൻ നിസ്മയ്ക്ക് ഏതെങ്കിലും അറബ് രാജ്യം ഏതാണ്? Yeah, very good. Ahsanti. Yes, Ahsanti. Very good. Of course, Qatar. And Fatima, do you know any other Arabic speaking country? Fatima.
ഇനി ഒരുപാടുണ്ടെന്ന് തോന്നണു. അപ്പൊ യെസ്, താല്പര്യം ഒരുപാടുണ്ട്. മോർ ദാൻ ഇഷ്ടംപോലെയുണ്ട്. 23 കൺട്രീസ്. യെസ്, നിങ്ങൾ പറഞ്ഞ പോലെ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, ചാഡ്, ലിബിയ, കുവൈറ്റ് കൊമറോ ആണ്. യെസ്, ഒരുപാടുണ്ട്. ജിബൂട്ടി, അതുപോലെ പല സുഡാൻ. പ്രചാരത്തിലും ഉണ്ടല്ലോ. ഇവൻ അതായത് യെസ്, ഇസ്രായേൽ യെസ്. ഇസ്രായേലിലെ അറബിക് അല്ലേ? ഇസ്രായേലിന്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് അറബിക് വരുന്നത്. അവിടെ ഫസ്റ്റ് ഹിബ്രു ആണ് അവരുടെ മെയിൻ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അറബിക് അവിടുത്തെ അവിടെ ഏറ്റവും കൂടുതലായിട്ട് വിനിമയം നടത്തുന്ന ലാംഗ്വേജ് അറബിക് തന്നെയാണ്. ഇസ്രായേൽ, ഫിലസ്തീൻ, അതുപോലെ തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോയാൽ നമ്മുടെ ഇവിടെ മാത്രമല്ല, ഏഷ്യയിൽ മാത്രമല്ല, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരുപാട് രാജ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചാഡ്, ലിബിയ, അൾജീരിയ, യെസ്, അൾജീരിയ, കൊമറോസ്, ജിബൂട്ടി, ഒരുപാട് രാജ്യങ്ങളുണ്ട്. സുഡാൻ, ഒരുപാട്, അൽജസാഇർ, സുഡാൻ, المملكة العربية السعودية, الإمارات العربية المتحدة. There are a lot of countries. هناك بلدان عديدة كثيرة نتحدث باللغة العربية. അറബി ഭാഷ സംസാരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. സോ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തതിന് നിങ്ങളൊക്കെ ഞാൻ കൺഗ്രാറ്റുലേറ്റ് യു. അലൈക്കും അത്യബു തഹിയ്യ അത്യബു തഹാനി മിൻ ഖബലി. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ലാംഗ്വേജിന്റെ ചെറിയൊരു ഭാഗം. നിങ്ങളോട് ഒരാൾ പറയാണ് അറബിയിൽ ആരിഫ് നഫ്സക് എന്നൊരാൾ പറഞ്ഞാൽ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് അറബിയിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു 4-5 സെന്റൻസ് അറബിയിൽ ധൈര്യത്തോടുകൂടെ എവിടെയും പറയാൻ പറ്റില്ലാണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ പറയാൻ പോകുന്നത്. റെഡിയല്ലേ എല്ലാവരും? റെഡി ജാഹിസ് നഅം യെസ്, വെരി ഗുഡ്. നഅം എന്ന് പറയാം, ജാഹിസ് ഐ ആം റെഡി എന്ന് പറയാം. ഓക്കെ, സോ ഇന്ന് മുതൽ നിങ്ങൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് അറബിക് ചാനൽസ് ഉണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു അറബി ചാനലിലെ എന്തെങ്കിലും അൽ ജസീറ പോലെയുള്ള ഏതെങ്കിലും ഒരു അറബി ന്യൂസ് ചാനൽ എന്തെങ്കിലും ഇന്ന് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ, ലിസൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു 2 or 3 minutes. ഒന്നും മനസ്സിലാവില്ല. എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയായിരിക്കും. അതൊന്നും മനസ്സിലാവരുത്, ആദ്യം മനസ്സിലാവരുത്. പിന്നെ അങ്ങനെ കേട്ട് അതിനോട് ഒരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങും. അതിനു വേണ്ടിയിട്ട് ദിവസം 2 മിനിറ്റൊക്കെ 3 മിനിറ്റൊക്കെ ഒരു ലാംഗ്വേജ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് തഹദ്ദുസ് ആണ്. പ്രീ റിക്വസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി നമുക്ക് സംസാരിക്കാണ് വേണ്ടത്, അല്ലെ? നീന്തൽ നമ്മളിങ്ങനെ കൈയിട്ടടിക്കണം, കാലിട്ടടിക്കണം എന്നൊക്കെ ഇങ്ങനെ 100 വട്ടം എഴുതിക്കാണ്ട് വെള്ളത്തെ ചാടി അങ്ങനെ ഉണ്ടാവും. കല്ലിട്ടമാര് താന്നാൻ പോകും, അല്ലേ? എങ്ങനെ നമ്മൾ നീന്തൽ പഠിക്കുന്നത്? ആ വെള്ളത്തിലങ്ങ് കിടക്കാം, അത്രേ ഉള്ളൂ. അല്ലെ, നമ്മൾ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നൊക്കെ പറഞ്ഞ് 100 വട്ടം നമ്മൾ എഴുതി പോയിക്കാണ്ട് കാറെടുത്താൽ എങ്ങനെ ഉണ്ടാകും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ, എവിടേക്കാ പോയിന്ന് അറിയില്ല. അതേപോലെ തന്നെയാണ് സ്പീക്കിംഗ്. നമുക്ക് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. സ്കില്ലാണ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് വളരെ കുറച്ച് സെന്റൻസുകൾ, സിമ്പിൾ ആയ ചില സെന്റൻസുകൾ നമുക്കൊന്ന് പരിശീലിച്ച് നോക്കാം. നിങ്ങൾ ശരിക്കും ലിസൺ ചെയ്യുക, എന്നിട്ട് നിങ്ങളത് പറഞ്ഞു നോക്കുക. ഞാൻ ചോദിക്കുന്ന ആളുകൾ റെസ്പോണ്ട് ചെയ്യാൻ വേണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. ആരിഫ് നഫ്സക് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മളെ കുറിച്ചൊന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ ഞാൻ പറയാൻ പോണത് എന്റെ പേര് തന്നെയാണ്. അന ഫാത്തിമ മുനവ്വിറ. അറബിക് ലാംഗ്വേജിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ സ്പീക്കിംഗ്, അതിന്റെ പ്രൊനൗൺസിയേഷൻ ആണ്. പ്രൊനൗൺസിയേഷൻ വളരെ ഡിഫറെന്റ് ആയ ലാംഗ്വേജ് ആണ്. നിങ്ങൾ എല്ലാവരും കേട്ടൊരു വാക്കായിരിക്കും അസ്സലാമു അലൈക്കും. കേട്ടിട്ടില്ലേ? അസ്സലാമു അലൈക്കും കേൾക്കാത്തവരുണ്ടോ? ഇല്ല അല്ലെ? എല്ലാവരും കേട്ടിട്ടില്ല അസ്സലാമു അലൈക്കും എന്നുള്ളത്? അതൊരു റിലീജിയസ് ബേസിലുള്ള ഒരു ഗ്രീറ്റിംഗ് ഒന്നല്ല കേട്ടോ. അത് എവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ്. താങ്കൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, പീസ് ബി അപ്പോൺ യു എന്നാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും കേൾക്കാത്തവരുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. അതെ, എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു ഗ്രീറ്റിംഗ് വേർഡ് ആണത്. നമുക്ക് മരിച്ച വീട്ടിൽ പോയി കണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അടി അപ്പ കിട്ടിയില്ലെങ്കിലും പിന്നെ കാണുമ്പോ കിട്ടും, അല്ലേ? എന്നാ കല്യാണ വീട്ടിൽ പോയി കണ്ട് നമുക്ക് വേണമെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയാം. മരിച്ചോടത്തും കല്യാണത്തിലും എവിടെയും എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. അതാണ് ആ ഗ്രീറ്റിംഗിന്റെ സ്പെഷ്യാലിറ്റി. യൂണിവേഴ്സൽ ആയി എപ്പോഴും എല്ലാ സമയത്തും നമുക്ക് ടൈം ബൗണ്ട് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് ബേസ്ഡ് ഗ്രീറ്റിംഗ് വേർഡ്. സോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു.
നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഷെബ്ന തന്നെ ഒന്ന് പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും കേൾക്കട്ടെ. വേണോ? വേണം ഡെഫിനറ്റ്ലി വേണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഓക്കെ ഗുഡ്. ദെൻ മറിയം എന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് കേൾക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാ അല്ലാഹ് വെരി ഗുഡ്. ദെൻ ഖദീജ എന്ന് പറഞ്ഞു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളെല്ലാരും പുലിയാണല്ലോ, പുലിമടയിലാണല്ലോ വന്നു പെട്ടത്. ഓക്കെ, അപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അസ്സലാമു അലൈക്കും യാ ഹിബ, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതും അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ്. പ്രൊനൗൺസിയേഷൻ, അറബിക് ലാംഗ്വേജില് പ്രൊനൗൺസിയേഷൻ ഈസ് ടു ഇമ്പോർട്ടന്റ്. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അറബിക്ക് ലിപി അറിയുന്നവര് ഉണ്ടാകും ഇതിന്റെ അകത്ത്. ഹാലിഖ് ഖാലിഖ് ഒരു പുള്ളിയുടെ വ്യത്യാസമുള്ളൂ. ഹാലിഖ് പറഞ്ഞാൽ ബാർബറാണ്, ഖാലിഖ് പറഞ്ഞാല് നെയിം ഓഫ് ഗോഡ് ആണ്. സൃഷ്ടാവാണ്. അപ്പോ പുള്ളിക്കും കുത്തിനും ഒച്ചക്കും വളവിനും തിരിവിനും ഒക്കെ അർത്ഥം മാറുന്ന ലാംഗ്വേജ് ആണ് ഏത് ലാംഗ്വേജ്? അറബിക് ലാംഗ്വേജ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയാണ്, നോക്ക്, മറിയമ്മനോട് ഞാൻ പറഞ്ഞു അൻത കൽബി. നിസ്മനോട് ഞാൻ പറയാണ് അൻത കൽബി. അപ്പൊ നിസ്മക്ക് എല്ലാം സന്തോഷാവും. അത് മാറ്റിയാൽ അൻത കൽബി പറഞ്ഞാലോ? അടി. വേറൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം മറിച്ചൊന്നുമില്ല, അടി. അതന്നെ, അൻത കൽബിന്ന് മാറ്റിയിട്ട് അൻത കൽബി എന്ന് പറയുമ്പോ അടിയാണ് വരും. അതന്നെ വ്യത്യാസം. അപ്പോ സൂക്ഷിച്ചുപയോഗിക്കണം. പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ പോകുന്നത്, ഐ ആം ഫാത്തിമ മുനവ്വിറ എന്ന് ഞാൻ അറബിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. അന ഫാത്തിമ. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അന ഫാത്തിമ. എല്ലാവരും നിങ്ങളുടെ സ്വയം ഒന്ന് പറഞ്ഞു നോക്കിയേ. അന വളരെ സിമ്പിൾ ആയ വേർഡ്. അന ഷബ്ന, വെരി ഗുഡ്. അന ഹന്ന, അന ഫാത്തിമ, അന അബ്ദുള്ള, അന ഷബ്ന, അന മറിയമ്മ, അന നിസ്മ, അന ഐ. അത്രേ ഉള്ളൂ. യെസ്, ഐ ആം ഫാത്തിമ മുനവ്വിറ, അന ഷബ്ന, ഓക്കെ. അപ്പോ ഒരാളുടെ കുറിച്ച് ഒരാളുടെ മുമ്പിൽ നിങ്ങൾക്ക് അറബിയിൽ ഫസ്റ്റ് യൂസ് ചെയ്യാവുന്ന വേർഡ് അതാണ് അന. ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ കൊണ്ട് പറയിപ്പിക്കും. അന ഓക്കെ അല്ലേ? അന വളരെ സിമ്പിൾ ആയ വർക്ക്. ഇനി നിങ്ങള് ഒരു പുറത്തു പോയിട്ട് നിങ്ങളുടെ പ്ലേസ് നിങ്ങൾക്ക് പറയേണ്ടി വരും. أنا من الهند. I am from India. أنا من എന്നാണ് അത് യൂസ് ചെയ്യുക. أنا من الهند. أنا من Kerala. I am from Kerala. أنا من Calicut. I am from Calicut. أنا من Malapuram. أنا من Aripra. أنا من Makaraparamba. أنا من Thrissur. أنا من Calicut. أنا من Kasargod. أنا من الهند. أنا من Kerala. أنا من എന്ന് പറഞ്ഞാൽ I am from എന്ന മീനിങ് വരും. അനമിൻ. ഓക്കെ, നസ്മ ഒന്ന് പറഞ്ഞോ. നസ്മയുടെ പ്ലേസ് ഒന്ന് പറഞ്ഞേ. അനമിൻ കണ്ണൂർ. വെരി ഗുഡ്, വെരി അഹ്സൻതി. മറിയുമ? അനമിൻ മലക്കരപ്പറമ്പ്. മക്കരപ്പറമ്പ്. വെരി ഗുഡ്. ദെൻ ഷബ്ന? അനമിൻ മലാപുരമോ? എങ്ങനെയാണ്? വെരി ഗുഡ്. യെസ്. ഓക്കെ, ദെൻ അബ്ദുള്ള. There's a profile in the name of Abdullah. Ana Abdullah ibn Muhammad. Ana Okay. in Kannur. Very good. Then Fatima Hanna. أنا فاطمة هنا. أنا من ملابورم. Okay, good. Then Khadija. അന ഖദീജത്തുൻ. അന മിൻ ആനക്കര. Okay, good. Then Suhaila. أنا سهيلة. أنا من ملابورم. Okay, good. Ahsanti. Sumaya. Okay. Then Remya. Am I audible to you? أنا رمية. أنا من പെരിന്തൽമണ്ണ. Very good. Ana min പെരിന്തൽമണ്ണ. Ana Remya, ana min പെരിന്തൽമണ്ണ. Okay, good. Simple അല്ലേ ഈ ലാംഗ്വേജ്?
അല്ലേ? نعم യെസ് ഓക്കെ. ഇനി നമ്മുടെ പ്രൊഫഷൻ നമുക്ക് ഒരാളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യണം അറബിയിൽ. അതിനും വളരെ സിമ്പിൾ ആണ്. ഞാനിപ്പോ പറയുന്നത് ഐ എം വർക്കിംഗ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ. ഞാനൊരു അധ്യാപികയാണ്, ഐ എം എ ടീച്ചർ. സോ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: അന മുദർറിസ, അന മുഅല്ലിമ. അന മുഅല്ലിമ എന്ന് പറയാം, അന മുദർറിസ എന്ന് പറയാം. ഐ എം എ ടീച്ചർ, അന മുദർറിസ, അന മുഅല്ലിമ. ഇനി ഒരു ലെക്ചറർ എന്ന് പറഞ്ഞാൽ അന മുഹാളിറ, അന മുഹാളിറ. ഐ എം എ ലെക്ചറർ, അന മുഹാളിറ, അന മുദർറിസ, അന മുഅല്ലിമ എന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അന മുദർറിസ, അന മുഅല്ലിമ, അന മുഹാളിറ. أنا فاطمة منورة أنا من ملابورم أنا مدرسة أنا مدرسة. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രൊഫഷൻ ഒന്ന് പറഞ്ഞു നോക്കൂ. ടീച്ചർക്ക് നമ്മൾ പറയുന്നത് മുദർറിസ അല്ലെങ്കിൽ മുഅല്ലിമ, മുഅല്ലിം എന്നൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നിസ്മ എന്താണ് ചെയ്യുന്നത്? നിസ്മ. أنا معلمة. Very good, أحسنت, you are teacher. Then مريمة. أنا معلمة. Oh, معلمة. شبنا, you are also معلمة, isn't it? معلم. Yeah. Then Abdullah, what are you doing? أنا معلم. أنا معلم. Okay, good. Then Fatima. Fatima. ഫാത്തിമയ്ക്ക് റേഞ്ച് അവിടെ ഫീമെയിൽ ആകുമ്പോ മുഅല്ലിമ, മുഅല്ലിമ. മുഅല്ലിം അങ്ങനെയാണോ? യെസ്, അതെ അതെ. ഫീമെയിൽ ആകുമ്പോ മുഅല്ലിമ, അതുപോലെ തന്നെ മെയിൽ ആകുമ്പോ മുഅല്ലിം, 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 മുഅല്ലിമ. അതന്നെ മുഅല്ലിം എന്ന് പറഞ്ഞത്. യെസ് യെസ്. പാട്ടുണ്ടല്ലോ മുനവ്വിറ. സ്റ്റുഡന്റിന് എന്താ പറയാ? സ്റ്റുഡന്റിന് ത്വാലിബ. അന ത്വാലിബ, അന ത്വാലിബ. ഐ എം എ സ്റ്റുഡന്റ്, അന ത്വാലിബ. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ഫാത്തിമ, ഹന്ന പറയൂ. അന ദാരിസൻ. Okay, you're a student? Yes. Okay, you can tell Taliba and also Darisa. You're a female, so we can say Darisa, Darisa. Okay, then Khadija, what about you? أنا معلمة. Mu'allima. Then Remya. രണ്ടും ചെയ്യുന്നില്ല തോന്നുന്നു ഇപ്പൊ. Okay. Then ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയരുത്. അറ്റ്ലീസ്റ്റ് ഹോം മേക്കർ ആയിരിക്കും അല്ലേ? സ്റ്റുഡന്റ് തന്നെയാണ്. അവള് ഞാൻ എഴുതാണ്ടാണ്. ഓക്കെ. വേർഡ് അതൊന്നും കൂടി പറയാ. വേർഡ് ത്വാലിബ, ത്വാലിബ, ത്വാലിബ. ഓക്കെ. ത്വാലിബ, ത്വാലിബ, ത്വാലിബ. അന ത്വാലിബ. നിങ്ങൾ റിസർച്ച് ചെയ്യാന്നാണല്ലോ പറഞ്ഞത്. റിസർച്ച് ചെയ്യുന്നുണ്ടോ? PhD ചെയ്യുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. സ്റ്റാർട്ട് ചെയ്താ പിന്നെ ത്വാലിബ ഒന്നും പറയരുത്. പിന്നെ പറയേണ്ടത് ബാഹിസ. ഐ ആം എ റിസർച്ച് സ്കോളർ. ബാഹിസ, ബാഹിസ. ഓക്കെ. Okay. ബാഹിസ. Then Suhaila, what about you? Okay. സോ അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ പ്രൊഫഷൻ പറയേണ്ടത്. അപ്പൊ അന ഫാത്തിമ മുനവിറ, അന മിൻ മലാബുറം, അന മുദർറിസ. ഓക്കെ. ഇനി നമുക്ക് ഓരോ പ്രൊഫഷന്റെ മാക്സിമം വൊക്കാബുലറികൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അന റബ്ബത്തുൽ ബൈത്ത്, അമ്മ ഹോം മേക്കർ, അങ്ങനെ ഒരുപാട് വേർഡ്സ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇനി ഐ എം ലിവിങ്, ഞാൻ ജീവിക്കുന്നു. ഞാനിപ്പോ ജീവിക്കുന്നത് എവിടെയാണ്? അസ്കുനു. ചില ആളുകൾ പറയും അസ്കുനു ഫി കേരള, ഞാൻ കേരളത്തിലാണ്. അസ്കുനു ഫി കേരള. അസ്കുനു ഫി ദുബായ്, അസ്കുനു ഫി ഇമാറത്തുൽ അറബിയ അൽ മുത്തഹിദ, അസ്കുനു ഫിൽ ഹിന്ദ്, അസ്കുനു നമ്മുടെ ആ പ്ലേസ് നമുക്ക് പറയാം. നമ്മൾ അനമിൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു വിദേശ രാജ്യത്ത് പോവുകയാണെങ്കിൽ ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, ഐ ആം ലിവിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലേസ് പറയേണ്ടതുണ്ട്. അസ്കുനു ഫി കേരള, അസ്കുനു ഫി കേരള, അസ്കുനു. ഐ ആം ലിവിങ് എന്നെങ്ങനെ അറബി പറയുന്നത്? അസ്കുനു, അസ്കുനു. ഓക്കെ. അസ്കുനു, അസ്കുനു, അസ്കുനു. യെസ്, അസ്കുനു, അസ്കുനു. ഞാൻ വിസിബിൾ ആയുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണാം. അസ്കുനു, 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 അസ്കുനു. ഐ ആം ലിവിങ്, ഐ ആം ലിവിങ്. അസ്കുനു ഫി കേരള, അസ്കുനു ഫി കേരള, അസ്കുനു. ആ വേർഡ് ക്ലിയർ അല്ലേ? അസ്കുനു, അസ്കുനു. അയിനാണോ? അലിപ്പാണ്, അലിപ്പാണ്. അസ്കുനു, 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 അസ്കുനു. ഓക്കെ. ഐ എം ലിവിങ് ഇൻ കേരള. അപ്പൊ അത് ഞാൻ ചോദിക്കുന്നില്ല. ലാസ്റ്റ് എല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് ബ്രീഫ് ആയിട്ട് പറയണം. ഓക്കെ. അസ്കുനു, അസ്കുനു. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട് ഒരാളോട് പറയണമെങ്കിൽ ക്വാളിഫിക്കേഷൻ
ഞാൻ പറയാണ് word? ക്വാളിഫിക്കേഷൻ. മുഅഹിലാത്ത് 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 അത് അതൊക്കെ ഒഫീഷ്യൽ അറബിക്കിലുള്ള വേർഡ്സ് ആണ്. മുഅഹിലാത്ത് മുഅഹിലാത്ത് മുഅഹിലാത്തിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഒരു പ്രൊഫഷൻ പറയാണ്. ഐ എം ഗ്രാജുവേറ്റഡ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയണം. ഐ എം ഗ്രാജുവേറ്റഡ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇങ്ങനെയാണ് പറയുന്നത്. അന മുതഖർറിജ് മിൻ ജാമിഅത്തി കാലിക്കറ്റ്. അന മുതഖർറിജ് മിൻ ജാമിഅത്തി കാലിക്കറ്റ്. അന മുതഖർറിജ് മിൻ ജാമിഅത്തി കാലിക്കറ്റ്. أنا متخرج. I'm graduated from Calicut University. أنا متخرج من جامعة كاليكوت. أنا متخرج من جامعة كيرلا University. أنا متخرج من جامعة مهاتما غاندي. أنا متخرج من جامعة كنور. أنا متخرج means I'm graduated. I'm graduated from Last Jim അല്ലേ? Yes, Last أنا Jim അല്ലേ? Yes, last ജീമാണ്. أنا متخرج. أنا متخرج. എന്നുള്ള ലെറ്റർ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നും നമുക്കത് എഴുതി ഫലിപ്പിക്കാൻ കഴിയൂല. അതിന്റെ ആ സെയിം പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നില്ല. അന മുത്തഖർരിജ്. നമ്മൾ തൊണ്ടയിലൊക്കെ മുള്ളുടിങ്ങാൻ ഉണ്ടാക്കുന്ന സൗണ്ട് ഇല്ല. അല്ലേ? എന്നറിയില്ലേ ആ സാധനം തന്നെ. അന മുത്തഖർരിജ്. യെസ് അന متخرج. Yes, أنا متخرج من جامعة كاليكوت. أنا متخرج من جامعة كاليكوت. أنا متخرج من അതാണ് ഈ ജാമിയ നൂരിയ ജാമിയ മില്ലിയ എന്നൊക്കെ പറയുന്നല്ലേ? യൂണിവേഴ്സിറ്റി. അതാണ് ജാമിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം, യൂണിവേഴ്സിറ്റി. യെസ്, ജാമിഅത്ത് കാലിക്കറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ജാമിഅത്ത് കേരള യൂണിവേഴ്സിറ്റി. ജാമിഅത്ത് മഹാത്മാ ഗാന്ധി MG യൂണിവേഴ്സിറ്റി. ജാമിഅത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റി. ജാമിഅ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയാം. ജാമിഅ യൂണിവേഴ്സിറ്റി. സോ ഞാൻ രണ്ടുപേരോട് ചോദിക്കാം. അബ്ദുള്ള, നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഒന്ന് പറയാവോ? അബ്ദുള്ള പോയാലോ? യെസ്. ദെൻ നിസ്മ പറ. നിസ്മ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ മുഅല്ലിമ. Okay. So you're graduated from? അന ഇതിന് വേർഡ് متخرج. മുത്തഖർരിജ മിൻ കണ്ണൂർ ജാമിയ من കണ്ണൂർ. جامعة. Okay, جامعة كنور. Yes, very good. أحسنتي. أنا متخرجة من جامعة كنور. Then شبنة. أنا متخرج من جامعة كاليكوت. Okay, good. أحسنتي. Then فاطمة حنا. What about you? ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ 10th പഠിച്ച് കഴിഞ്ഞിട്ടേ ഇപ്പൊ പ്ലസ് വൺ ആണ്. എന്താണ് ചെറിയ പസങ്ക അല്ലേ? ഓക്കെ. അന ത്വാലിബ ഫി സാനവിയ. ഞാൻ ഒരു സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന് പറയാം. അന ത്വാലിബ ഫി സാനവിയ. സാനവിയ എന്നാണ് സെക്കൻഡറിക്ക് പറയുന്നത്. അന ത്വാലിബ ഫി സാനവിയ. ഓക്കെ, ഹയർ സെക്കൻഡറി ആണ്. അപ്പൊ ഒന്നും കൂടെ കൂടിയാണ്. ത്വാലിബ ഫി സാനവിയ അൽ ആലിയ. സാനവിയ അൽ ആലിയ ഹയർ സെക്കൻഡറി. അന ത്വാലിബ ഫി സാനവിയ അൽ ആലിയ. ഓക്കെ, യെസ്. ഇനി അടുത്തത് നമ്മുടെ ഏജ് ആണ് പറയേണ്ടത്. അതിപ്പോ എവിടെയും പറയില്ലല്ലോ അല്ലെ? അതൊക്കെ ചോദിക്കാൻ പാടില്ല. അത് വേണ്ടല്ലേ? ഓക്കെ. ഉംറി, എന്റെ വയസ്സ് എന്ന് പറയുന്നത് ഉംറി എന്നാണ് പറയാ. ഉംരി എന്താ പറയാ? ഉംരി. അയിനല്ലേ സ്റ്റാർട്ടിങ്? അയിനാണ്. തൊണ്ടയുടെ അങ്ങേ തലക്കുന്നതാണ് വരണം. ഉംരി എന്റെ വയസ്സ്. ഞാൻ പറയുന്നു 27. ഉംരി 27. എന്റെ വയസ്സ് 27. ഉംരി 27. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് പറയാം. ഉംരി 30. I am 30 years old. عمري 15. I am 15 years old. You can tell me your age. عمري 30. عمري 25. عمري 27. എന്റെ വയസ്സ് 27 ആണ്. എന്റെ വയസ്സ് 28 ആണ്. എന്റെ വയസ്സ് 30 ആണ് എന്നൊക്കെ നമുക്ക് ഉംരി എന്ന വാക്കിലൂടെ പറയാം. ഉംരി ക്ലിയർ ആണോ? ഉംരി. ഓക്കെ. സോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാണ്. എല്ലാവരും ഒന്ന് റീകോൾ ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അന ഫാത്തിമ മുനവ്വിറ. അന മിനൽ ഹിന്ദ്. അന മുദർറിസ.
أنا أسكن في كيرلا. أنا متخرجة من جامعة كاليكوت. عمري 27. എന്തൊക്കെ പറഞ്ഞു? I am Fatima Munawwira. أنا فاطمة منورة. أنا من الهند. I am from India. أنا مدرسة. I am a teacher. أسكن في كيرلا. I am living in Kerala. أنا متخرج من جامعة كاليكوت. I am graduated from Calicut University. عمري 27 and my age is 27. ഇതുപോലെ നിങ്ങളും ഞാൻ ചോദിക്കുന്ന ആളുകളെ 34 34ന് 34 yes 34. So أنتم جاهزين? Are you ready? أنتم جاهزين؟ أنتم جاهزين؟ أنتم جاهزين؟ أنتم جاهزين؟ جاهز. Are you ready? Yeah. Okay, very good. Okay, good. Then خديجة ابدأ. عرف نفسك في اللغة العربية. أنا خديجة. أنا من هندي. أسكن كيرلا. أنا مدرسة. أنا أنا متخرجة متخرجة من جامعة കാലിക്കോട്ട്. ഇവിടെ ഭയങ്കര സൗണ്ട് ആണ്. ഞാൻ അൺമ്യൂട്ട് Okay, it's okay. I കുറെ can ആളുള്ള understand. വീടാണ്, അതാണ് കുട്ടികളും. Okay. No problem. Then Shabna, you just do. عرف أنا نفسك في اللغة العربية. I'm trying. أنا شبنة شاروخ. You are from من أين أنت؟ أنت من فين؟ من أين أنت؟ أنا من هند. Okay. أنا في هند എങ്ങനെയാണ്? Yes, أنا من الهند. Okay, correct. أنا من هند. أنا من كيرلا. أنا في كيرلا. Okay. Yes, أحسنت. Very good. أسكن في كيرلا. أسكن في كيرلا. أنا മലപ്പുറത്ത് നിന്ന് أسكن من മലപ്പുറം. أسكنന്റെ കൂടെ ഫീ യൂസ് ചെയ്യാം. أسكن في മലപ്പുറം. Okay. അത് അവിടെ കൈരള എന്ന് പറയണായിരുന്നോ? ഓക്കെ, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. പ്ലേസ് ആ ഒരു യൂസേജ് കറക്റ്റ് ആയാൽ മതി. Then ماذا تشتغلين? What's your profession? أنا معلمة. Okay, then من أين خريجي? From where you graduated? أنا متخرج. അങ്ങനെയാണ്. أنا متخرج من جامعة كاليكوت. أوكي. ثم ما عمرك؟ كم عمرك؟ أوكي. أحسنتي. أوكي. So very good എന്നാണ് അർത്ഥം. അഹ്സൻതി. ഓക്കെ. സോ വളരെ ചെറിയൊരു സെഷൻ ആയിരുന്നു. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റിയത്. അപ്പോ ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോ നമുക്ക് ആ ഒരു ലാംഗ്വേജിലുള്ള ഒരു എബിലിറ്റി കിട്ടും. അപ്പോ എന്താണ് അലൈക്കും അത്യബു തഹിയ്യ വഅഷ്കുറുക്കും ശുക്രൻ ജസീലൻ ലിഹുസ്നി ഇസ്തിമാഇക്കും വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖ്തതിമു കലാമി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫാത്തിമ ഓൺലൈനിലുണ്ടോ? റേഞ്ച് ഉണ്ടോ ഫാത്തിമ? കേൾക്കാമോ? ഒത്തിരി സന്തോഷം തോന്നുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്തതില്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റേഞ്ച് ഇഷ്യൂ വന്ന സമയത്തൊക്കെ ഇങ്ങനെ ലീവായി പോയപ്പോ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റണില്ല. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടമായിരുന്നു. എന്നിട്ട് ഞാൻ റൂമിലിരുന്ന് ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഞാൻ എങ്ങനെയാ ക്ലാസ് കേൾക്കുക, റേഞ്ചിലല്ലേ പറഞ്ഞപ്പോ അവർ പറഞ്ഞു സിറ്റ് ഔട്ടിൽ പോയി നിന്ന് നോക്ക്, റേഞ്ച് കിട്ടും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്, സിറ്റ് ഔട്ടിലേക്ക് വന്നതാണ്. ഇവിടെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാവും. അപ്പോ വന്നപ്പോ എനിക്ക് ക്ലാസ് ഇങ്ങനെ കുറെയൊക്കെ കേൾക്കാൻ പറ്റി. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കേൾക്കാൻ പറ്റി.
പറ്റി. അത് അങ്ങനെ കേൾക്കാൻ പറ്റിയപ്പോ തന്നെ ശരിക്കും ഒരു സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും ഇത് ഞാൻ എന്റെ മൈൻഡിൽ സൂക്ഷിച്ച് വെക്കും, പ്രാക്ടീസ് ചെയ്യും ഉറപ്പായിട്ടും. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഇങ്ങനൊരു മുനവറ മാം ഇങ്ങനൊരു ക്ലാസ് കണ്ടക്ട് ചെയ്തതിന്. ശരിക്കും ഇങ്ങനെ അറബി സംസാരിക്കുന്നത് കേൾക്കുമ്പോ തന്നെ സംസാരിക്കാനായിട്ട് ഒരുപാട് ഇങ്ങനെ ആഗ്രഹം തോന്നിപ്പോവാണ് ഈ ഒരു സംസാരം കേൾക്കുമ്പോ തന്നെ. എന്തായാലും ഞാൻ ഈ ഒരു അവസരം എന്തായാലും പ്രയോജനപ്പെടുത്തും. തുടർന്നും ഇതുപോലുള്ള സെഷൻസ് പ്രതീക്ഷിക്കുകയാണ്, കാത്തിരിക്കുകയാണ് സെഷൻസിന് വേണ്ടിയിട്ട്. ഒത്തിരി സന്തോഷം. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തു തന്നതിന്, ഷിനിത്ത തുടക്കത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞപ്പോ തന്നെ ഏറ്റെടുക്കാനുള്ള മനസ്സ് കാണിച്ചതിന് ഒത്തിരി സ്നേഹം നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ എംപവർ 360 കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും പുതിയൊരു ഭാഷ തന്നെ മാം പറഞ്ഞതുപോലെ അക്യൂർ ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ പ്രസന്റേഷൻ ആൻഡ് ക്ലാസ്. നന്ദി, താങ്ക് യു സോ മച്ച്. ഇനി ഫീഡ്ബാക്കുകൾ നമുക്ക് ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 8:30 ആയിട്ടുണ്ട്. സെഷന്റെ ടൈം കറക്റ്റ് സമയത്ത് മുനവീർ അത് ടൈം ബൗണ്ടഡ് ആയിട്ട് നമ്മുടെ രീതിശാസ്ത്രം അങ്ങനെ തന്നെയാണ്. അതുപോലെ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം, ഏറ്റെടുത്തതിലും ഭംഗിയായിട്ട് നിർവഹിച്ചതിലും ഒക്കെ ഒത്തിരി ഒത്തിരി സ്നേഹം. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. താങ്ക് യു സോ മച്ച് ഡിയർ. ബാക്കി എല്ലാവരുടെയും ഫീഡ്ബാക്സ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഫോർവേഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ലീവ് ചെയ്യാം നമുക്ക്. താങ്ക്സ് എ ലോട്ട്.